നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുഖത്താണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അടക്കം വധിച്ച ഇസ്രായേൽ US വ്യോമാക്രമണം പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയിരിക്കുകയാണ്. ഇറാന് നേരെ ഇസ്രായേൽ US സഖ്യകക്ഷികൾ ആക്രമണം നടത്തുകയും അതിശക്തമായി തിരിച്ചടിച്ചുള്ള ഇറാന്റെ പ്രത്യാക്രമണം 6ാം ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നാളിതുവരെ കണ്ട യുദ്ധമുറകളല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നേരിട്ട് നിയന്ത്രിക്കുന്ന സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്കായി USഉം ഇസ്രായേലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളെ ആശ്രയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. മനുഷ്യചിന്തയേക്കാൾ വേഗത്തിൽ നടപ്പിലാക്കുന്ന ബോംബാക്രമണത്തിന്റെ പുതിയ യുഗത്തിന് ഇത് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് മനുഷ്യചിന്തയേക്കാൾ വേഗത്തിലും സാഹചര്യ വിശകലനം ചെയ്ത് ലക്ഷ്യസ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്ത് ഏറ്റവും അനുയോജ്യമായ ആയുധം തെരഞ്ഞെടുത്ത് നിയമപരമായ അനുമതി തേടി AI ടൂളുകൾ പ്രതിയോഗിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആദ്യത്തെ 12 മണിക്കൂറിൽ ഏകദേശം 900 ആക്രമണങ്ങൾ നടത്തി. ഈ മിസൈൽ ആക്രമണങ്ങളിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടു. ഇതിന്റെ എല്ലാം സൂത്രധാരനായി ആന്ത്രോപിക്കിന്റെ ക്ലോഗ് AI അമേരിക്കൻ ഇസ്രായേൽ സേനകൾ ഉപയോഗിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുവാൻ ഇസ്രായേലും USഉം ഗാസയിൽ AI ഉപയോഗിച്ചിരുന്നു. സമാനമായി ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ ഡ്രോൺ ദൃശ്യങ്ങൾ, ഭൂപടങ്ങളും ടെലികമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്ഷനുകളും മനുഷ്യ ഇൻപുട്ടുകളും വഴി AI ക്രോഡീകരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ സേനയ്ക്ക് നൽകിയെന്നാണ് അനുമാനം. യുദ്ധത്തിൽ എന്തിനെ ടാർഗറ്റ് ചെയ്യണം എന്ന് AI തന്ത്രം തന്നെ ശുപാർശകൾ നൽകുന്നതാണ്. ചില രീതികൾ അത് മനുഷ്യചിന്തയുടെ വേഗത്തേക്കാൾ വേഗം സാധ്യമാക്കുന്നു എന്നും ന്യൂക്ലിയർ സർവകലാശാലയിലെ രാഷ്ട്രീയ ഭൗമശാസ്ത്ര അധ്യാപികയായ ക്രോഗ് ജോൺ പറയുന്നു. AIയുടെ ഉപയോഗം വഴി യുദ്ധം എളുപ്പം വിശാലമാക്കാനും വേഗത്തിൽ ആക്രമണം അഴിച്ചുവിടാനും സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഒരേ സമയം മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തുവാൻ AI ടൂളുകൾക്ക് ഉപയോഗം വഴി സാധിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. മുമ്പ് ദിവസങ്ങൾ ഏറെ എടുത്തായിരുന്നു ഇത്തരം വിവിധ യുദ്ധമുറകൾ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം പയറ്റിയിരുന്നത്. യുദ്ധമുഖത്ത് AI ടൂളുകൾ ഉപയോഗിക്കുന്നത് ആസൂത്രണ സമയം കുറയ്ക്കുന്നതിനായി വിദഗ്ധർ പറയുന്നുണ്ട്. വളരെ സങ്കീർണമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുവാനും അവിടെ ഒരു കൃത്യതയാർന്ന ആക്രമണം അഴിച്ചുവിടാനും സേനകൾ AIയുടെ പിന്തുണ സ്വീകരിക്കുന്നു. അതോടെ സമയലാഭം ഏറെയാണ്. എന്നാൽ യുദ്ധഭൂമിയിൽ മനുഷ്യരായ സൈനിക നിയമവിദഗ്ധർ വെറും ഔദ്യോഗിക അംഗീകാരങ്ങൾ നൽകുന്നവർ മാത്രമായി മാറുമോ എന്ന ആശങ്ക ഈ രംഗത്തെ പണ്ഡിതർ പങ്കുവയ്ക്കുന്നതായും ഗാർഗിൽ വാർത്തയിൽ പറയുന്നുണ്ട്. എന്നാൽ യുദ്ധങ്ങളിൽ AI അമിതമായി ഉപയോഗിക്കുന്നത് അനന്തരഫലങ്ങളെക്കുറിച്ച് വേണ്ടത്ര ഗൗരവം തോന്നാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ലണ്ടൻ ക്വീൻ മേരി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡേവിഡ് ലേസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധമുഖത്ത് USഉം ഇസ്രായേലും AI ടൂളുകളെ വിപുലമായി ആശ്രയിക്കുമ്പോൾ ഇറാന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇറാന്റെ സ്വന്തം AI പദ്ധതികൾ അമേരിക്കയും ചൈനയും ഉപേക്ഷിച്ച് വളരെ പിന്നിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. AI ഉപയോഗിച്ചുള്ള ലിമിറ്റഡ് തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളുമായിരിക്കും യുദ്ധരംഗത്തെ അടുത്ത യുഗം. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.